ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ തോരനാണ്. അതിനാവശ്യമായത് 1/2 കിലോ ചെമ്മീൻ, ചെറിയ ചെമ്മീനാണ്. അത് നന്നായിട്ട് കഴുകി നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങയുമാണ് നമുക്ക് ഇതിന് ആവശ്യമായത്. നമുക്ക് ചെമ്മീനിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം കുടംപുളി ചെറുത് 2ആക്കി മുറിക്കിയതും ഇഞ്ചിയും പച്ചമുളകും, നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും, 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് അടപ്പത്ത് വെച്ച് വേവിക്കുക. എല്ലാം ഇളക്കി കൂട്ടി മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. ഇത് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ. അടപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിടുക. സവാള നന്നായി വഴണ്ട ശേഷം നമുക്ക് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇടാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ പച്ചമണം പോകണം. നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയാണ്. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇടാം. ചെമ്മീനത്തിൽ നേരിയ ഗ്രേവി ഉണ്ട്, നേരിയ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് നല്ലതാണ്. നമുക്ക് ആ തേങ്ങയിൽ ആ ചെമ്മീനത്തിൻ്റെ ടേസ്റ്റൊക്കെ പിടിക്കാൻ അത് നല്ലതാണ്. ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി നമുക്ക് അതിൻ്റെ വെള്ളാംശമൊക്കെ വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഒരു 1/4 സ്പൂൺ ഉപ്പ്. നേരത്തെ ഉപ്പിട്ടാണ് നമ്മൾ ചെമ്മീൻ വേവിച്ചേക്കണത്. ഇപ്പം തേങ്ങയ്ക്കും സവാളയ്ക്കും ഒക്കെ ആവശ്യമായ ഉപ്പാണ് ഇപ്പം ഞാൻ ചേർത്തേക്കണം. അതും കൂട്ടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എൻ്റെ വെള്ളാംശമൊക്കെ പറ്റുവോളം നന്നായിട്ട് കൂട്ടി ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. ഇത് അടിപൊളി ചെമ്മീൻ തോരനാണ്. നമുക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.